തിരുവനന്തപുരത്ത് UDF കൺവീനർ അടൂർ പ്രകാശ് SITയുടെ ചോദ്യമുനയിലായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ദിസ്ന സുരേഷിലേക്ക് പോകുന്നുണ്ട്. ദിസ്ന, അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എന്ന് കരുതുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതികരണത്തിനൊരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കുമോ എന്നറിയില്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂറുകൾ നീണ്ടു നീന്ന ചോദ്യം ചെയ്യൽ. നമുക്കറിയാം കോൺഗ്രസ് ഒക്കെ തന്നെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ബന്ധം എന്താണ്, അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ചാ വിഷയമാക്കേണ്ടതില്ല. രാഷ്ട്രീയപരമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പോലീസ് ആസ്ഥാനത്ത് നിന്ന് സ്വന്തം വാഹനത്തിൽ അടൂർ പ്രകാശ് MP ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് SITയുടെ മുന്നിലേക്ക് എത്തുന്നത്. കോൺഗ്രസിലേക്ക് അന്വേഷണം നീളുന്നതിന്റെ കൃത്യമായ ഒരു സൂചനകൾ പുറത്തുവരുന്നു. അടൂർ പ്രകാശ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ തന്റെ സ്വന്തം വാഹനത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുന്നുണ്ട്. രണ്ടര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് MP ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് തന്റെ സ്വന്തം വാഹനത്തിൽ ഇറങ്ങുകയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. 2.5 മണിക്കൂറോളമാണ് ചോദ്യമുനയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്നാണ് അദ്ദേഹം മാറി നിന്ന് പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്യൽ അദ്ദേഹം എത്തിയത് ഒരു സ്വകാര്യ വാഹനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത്. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അടൂർ പ്രകാശ് MP പോലീസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് എന്താണ് ബന്ധം എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അടൂർ പ്രകാശ് MP ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികരണം വരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്താണ് അടൂർ പ്രകാശിനുള്ള ബന്ധത്തിന് തെളിവായി പല ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്ത് വന്നതാണ്. അദ്ദേഹം എന്തു പറയുന്നു നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ M മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി
പ്രകാശ് മാധ്യമങ്ങളോട് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചാനലില് ഈ പറയുന്ന പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അതല്ല, അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം. പോറ്റിയുമായി പരിചയം താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആറ്റിങ്ങൽ MP ആവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് ഈ സമയത്ത് അകത്തോട്ട് പിടിക്കാതെ ബാക്കിലോട്ട് വിടാ. സൂമിലോട്ടല്ല. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് MP ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് താൻ കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അന്വേഷണ സംഘത്തിന് അതിൽ തൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല. പക്ഷേ തന്നോട് ചോദിച്ചതിന് എല്ലാത്തിനും തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം എല്ലാം തന്നെ താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് MP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.